നല്ല ഉറക്കത്തിൽ കിടക്കുമ്പോൾ വാതിൽ ചവിട്ടി പൊളിക്കുമ്പോലൊരു ശബ്ദം. അഫി ഞെട്ടലോടെ ചാടി എഴുന്നേറ്റു. മോനെ, ഇങ്ങേർക്കിത് എന്തിൻ്റെ കേടാ? ഉറങ്ങാൻ സമ്മതിക്കില്ലേ? അവൻ ദേഷ്യത്തിൽ കല്ല് പോലെ ഇരുന്നു. വീണ്ടും വിളിക്കുന്നുണ്ട്. എന്താ മാമേ? അവൻ കടുപ്പത്തിൽ ചോദിച്ചു. ആ മോൾക്ക് നല്ല പനിയാ, വിറയ്ക്കുന്നുണ്ട്, ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ടി വരും, അയാൾ ഉച്ചത്തിൽ പറഞ്ഞു. അഫി ഓടിച്ചെന്ന് വാതിൽ തുറന്നു. ഞാൻ ഇത്തിരി വെള്ളം കുടിക്കാനായി വന്നതാ. ഹാളിൽ വന്നപ്പോൾ ആ കുട്ടി ആരോടോ സംസാരിക്കും പോലെ തോന്നി. വാതിൽ ചാരിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ചെന്ന് നോക്കുമ്പോൾ അച്ഛൻ സിദ്ധു എന്നൊക്കെ പറയുക. അവൻ സ്റ്റെപ്പുകൾ ഓടി ഇറങ്ങി. മാമ, എൻ്റെ റൂമിൽ ടാബ്ലറ്റ് ഉണ്ട്, എടുത്തിട്ട് വാ. അഫിയുടെ വെപ്രാളത്തോടെയുള്ള ഓട്ടം കണ്ട് അയാൾ കണ്ണു മിഴിച്ച് നിന്നുപോയി. ലക്ഷ്മി അരികിലിരുന്ന് നെറ്റിയിൽ കൈവച്ച് പതിയെ വിളിച്ചു. അവൾ ഒന്ന് മൂളി, പക്ഷേ കണ്ണ് തുറന്നില്ല. ഗുളികയും ചൂടുവെള്ളവും ടേബിളിൽ വെച്ച് കരുണമാമ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. മാമ പോയിക്കോ, അഫി പറഞ്ഞു. ലക്ഷ്മി വെട്ടി വിറയ്ക്കുന്നുണ്ട്. അയാൾക്ക് എന്തോ പന്തികേട് മണത്തു. വേണ്ട കുഞ്ഞെ, മോളെ വിളിച്ചുണർത്തി ടാബ്ലറ്റ് കൊടുത്തിട്ട് മോൻ പോയിക്കോ, ഞാൻ അടുത്തിരുന്ന് നെറ്റിയിൽ തുണി നനച്ചിടാം. ഈ വിറയ്ക്കുന്ന ശരീരത്തിലാണോ തുണി നനച്ചിടുന്നത്? അഫിയുടെ ശബ്ദം കടുത്തു. അയാൾ വാതിൽക്കൽ വരെ നടന്നു. എന്തിനോ മനസ്സിലൊരു അങ്കലാപ്പ്. മോനെ, അഫി തലചരിച്ചു. എന്താ മാമേ? അത് പറയുന്നത് കൊണ്ട് ഒന്നും തോന്നരുത്. ഞാൻ ഈ മോളെ 2 പ്രാവശ്യമേ കണ്ടിട്ടുള്ളൂ. എന്നാലും പറയുക, ഇവിടെ വരാറുള്ള മറ്റു പെൺപിള്ളേരെ പോലെ അല്ല ഈ കുഞ്ഞ്. പാവം കൊച്ച, കണ്ണുനീര് വീഴ്ത്തിക്കരുത്. ഒരുത്തൻ്റെ കയ്യിൽ നിന്നും രക്ഷിച്ചു കൊണ്ടുവന്നത് സംരക്ഷിക്കാൻ തന്നെയാ. ഞാൻ എൻ്റെ സീതയെ കരയിപ്പിക്കില്ല. അയാളുടെ ഉള്ളം ഒന്ന് തണുത്തു. സന്തോഷത്തോടെ തലകുലുക്കി. പിന്നെ മാമ, സീത ഇവിടെ ഉണ്ടെന്ന് ഡാഡിയോ ആദിയോ അറിയരുത്. ആ ശരി മോനെ. കരുണാകരൻ പോയതും അഫി അവളുടെ നെഞ്ചൊപ്പം വരെ പുതച്ചിരുന്ന ബ്ലാങ്കറ്റ് പതിയെ എടുത്തു മാറ്റി. തൻ്റെ പിങ്ക് ടീഷർട്ടാണ് അവൾ ധരിച്ചിരിക്കുന്നത്. അവളുടെ ഇടുപ്പിൽ ഇരു കൈയും വെച്ചും ഉയർത്തി തന്നിലേക്ക് ചേർത്തിരുത്തി. ലച്ചു. പെട്ടെന്ന് ആ വിളി. അവൾ ഞെട്ടലോടെ മാടി അടയുന്ന കണ്ണുകൾ തുറന്ന് പേടിയോടെ അവനെ നോക്കി. യാദവ് എന്ന രാക്ഷസനോടുള്ള പേടിയാണ് ആ കണ്ണിൽ. അവനാണ് ലച്ചു എന്ന് വിളിക്കാറ്. അഫിയാണ്. പേടിച്ചോ? ടാബ്ലറ്റും വെള്ളവും കുടിപ്പിച്ചു. നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. വേണ്ട. കൺപോളകൾ അടഞ്ഞു പോകുന്നു. പതിയെ ബെഡിലേക്ക് ചരിഞ്ഞു കിടന്നു. സാറ് പോയിക്കോ. അവൻ ഒന്നും മിണ്ടിയില്ല. നെറ്റിയിൽ ചുണ്ടമർത്തിക്കൊണ്ട് കണ്ണുകൾ ആ ചുവന്ന് രക്തം ഞൊടിയും പോലുള്ള ചുണ്ടിലുടക്കി. സീത, നീ എന്നെ? അവൻ്റെ ശരീരം ചൂട് പിടിക്കുന്നു. പതിയെ ചുണ്ടുകൾ അതിൻ്റെ ഇണയെ പുലുകാനായി താഴ്ന്നു വന്നു. അമർത്തി ചുംബിച്ചതും അവളൊന്ന് ഉയർന്നു പോയി. കീഴ്ചുണ്ടിനെ നുണഞ്ഞെടുക്കുമ്പോൾ വിറയാർന്ന അവളുടെ കൈകൾ അവൻ്റെ പിൻകഴുത്തിൽ അമർന്നു. അഫിയുടെ കണ്ണുകൾ കൂമ്പി അടഞ്ഞുപോയി. കൊതിയോടെ അവളിലേക്ക് തൻ്റെ പ്രണയം പറയാതെ പറയുന്നുണ്ടവൻ. പെട്ടെന്ന് അകന്നു മാറാൻ തുടങ്ങിയവൻ്റെ ഷോൾഡറിൽ വിരലുകൾ ആഴ്ത്തിയതും അഫി പുഞ്ചിരിച്ചു. അവളിലേക്ക് ചേർന്ന് കിടന്നു. ഒരു ബ്ലാങ്കറ്റിന് കീഴെ അഭിമന്യുവിൻ്റെ പ്രണയച്ചൂടിൽ അവൾ പതുങ്ങിക്കൂടി. അവൻ അവളെ പൊതിഞ്ഞു പിടിച്ചു. അഫിക്ക് ഉറക്കം വരുന്നില്ല. ആദ്യമായാണ് ഇങ്ങനെ ഒരു മറയുമില്ലാതെ പെണ്ണിൻ്റെ സൗന്ദര്യം ആസ്വദിക്കുന്ന തനിക്ക് സീതയിൽ ആ ഒരു മോഹം തോന്നാത്തതെന്തേ? തല താഴ്ത്തി നഗ്നമായ നെഞ്ചിൽ മുഖമിട്ട് ഉരസുന്നവളുടെ തലമുടിയിൽ പതിയെ തഴുകി. പ്രണയമെന്ന ഭാവത്തോടെ മാത്രം. രാവിലെ ലക്ഷ്മി എഴുന്നേറ്റു. തല വെട്ടിപ്പൊളിക്കുന്ന വേദന. തലയിൽ കൈവച്ച് അമർത്തി. എന്താ മോളെ? കരുണമാമ അടുത്തേക്ക് വന്നു. തലയ്ക്ക് നല്ല ഭാരം പോലെ തോന്നുക. ദേ, ഈ കാപ്പി കുടിച്ചാൽ എല്ലാം മാറും. ഞാനൊന്ന് പല്ല് തേച്ചിട്ട് വരാം, അല്ലാതെ കുടിച്ച് ശീലമില്ല. അവൾ എഴുന്നേറ്റ് വാഷ്റൂമിലേക്ക് നടന്നു. ചൂടുവെള്ളത്തിൽ മേല് കഴുകിയിട്ട് വാ മോളെ. ഞാനേ പൊടിയരിക്കഞ്ഞി തേങ്ങാപ്പാലും ചേർത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതും കുടിച്ച് ഗുളികയും കഴിക്കുമ്പോൾ എല്ലാ വേദനയും പോകും, കരുണമാമ പറഞ്ഞു. ഫ്രഷായി ഇറങ്ങി കണ്ണാടിക്ക് മുന്നിൽ നിന്നു. തലമുടി വാരി പിടിച്ച് ബൺ ചെയ്യുമ്പോഴാണ് ചുണ്ടിന് ഒരു വീക്കമുള്ളതായി തോന്നിയത്. എന്താ ഇപ്പോൾ ഇങ്ങനെ? പനി ആയതുകൊണ്ടാണോ? ആയിരിക്കും. കീഴ്ചുണ്ടിൽ പതിയെ തഴുകി. മോളെ വാ. അവൾ കാപ്പിയും എടുത്ത് കുടിച്ചുകൊണ്ട് പുറത്തേക്ക് വന്നു. സാറിൻ്റെ ഡ്രസ്സാണ്, വൃത്തികേടുണ്ടോ? തല താഴ്ത്തി നോക്കി. ഓ,
ഞാൻ ഇതിനകത്തുണ്ടെന്ന് അറിയാൻ പോലും പറ്റില്ല. കണ്ണുകൾ ആർക്കോ വേണ്ടി പരതി. കരുണാകരൻ മാമ ചിരിയോടെ തലകുലുക്കി. അവൾ സിറ്റ് ഔട്ടിലേക്ക് ഇറങ്ങി. മുറ്റത്ത് അവൻ്റെ കാറ് കാണുന്നില്ല. മാമേ, ഉറക്കെ വിളിച്ചു. അവൾ ഹാളിലേക്ക് ധൃതിയിൽ നടന്നു. എന്താ മോളെ, സാർ ഇവിടെ ഇല്ലേ? കാറില്ലല്ലോ. അവളിൽ ഒരു വെപ്രാളം. ആ കുഞ്ഞിന്ന് വെളുപ്പിന് പോയി. അവൾ സങ്കടത്തോടെ കയ്യിലിരുന്ന കപ്പിൽ മുറുകെ പിടിച്ചു. ഇന്നലെ മോൾക്ക് നല്ല പനിയായിരുന്നു. രാവിലെ പറയാൻ വന്നതാ. മോള് നല്ല ഉറക്കം, അതുകൊണ്ട് ശല്യപ്പെടുത്തിയില്ല. അവൾ ഒന്ന് മൂളുക മാത്രം ചെയ്തു. ദേ ഇവിടെ ഇരുന്ന് ഈ കഞ്ഞി മൊത്തം കുടിക്കണം കേട്ടോ. അവൾ ടേബിളിലിരിക്കുന്ന ആവി പൊന്തുന്ന കഞ്ഞിയിലേക്ക് നോക്കി. എനിക്കിപ്പോൾ വേണ്ട. പെട്ടെന്ന് റൂമിലേക്ക് കയറിപ്പോയി. രണ്ടിനും നല്ല ഇളക്കമുണ്ട്. ഇത് വർമ്മ സാറിനെ വിളിച്ചു പറയാം എന്ന് വെച്ചാൽ ശരിയാവില്ല. ഓഫീസിലേക്കാവും പോയത്. ഈവനിങ് വരുമായിരിക്കും. നാളെ കോടതിയിൽ പോകണം. ഓരോന്ന് പറഞ്ഞ് അവൾ മനസ്സിനെ ആശ്വസിപ്പിച്ചു. സിറ്റൗട്ടിലിരിക്കുമ്പോൾ സെക്യൂരിറ്റി ചിരിയോടെ അങ്ങോട്ടേക്ക് വന്നു. പനി കുറഞ്ഞോ? ആ മാറി. കുശലം പറഞ്ഞിരിക്കുമ്പോൾ ഫോൺ റിങ് ചെയ്തു. എൻ്റേതല്ല, ആ ഫോൺ ചത്തു. അച്ഛനെ നിത്യയും വിളിച്ച് സംസാരിക്കണം. മോളെ. കരുണമാമ അവൾക്ക് നേരെ ഫോൺ നീട്ടി. എനിക്കോ? ആരാ മാമ? പെട്ടെന്ന് അവൾ ചോദിച്ചു. അഭിമോന. പുഞ്ചിരിയോടെ ഫോൺ പിടിച്ചു വാങ്ങി. സെക്യൂരിറ്റിയും കരുണാകരനും അവരുടെ ജോലിയിലേക്ക് കടന്നു. എന്തെടുക്കുവാടി? അവൻ ഗൗരവത്തിലാണ്. അവളുടെ ചുണ്ടിലെ പുഞ്ചിരി മങ്ങിയതേയില്ല. ഞാനിവിടെ. എവിടെ? കഞ്ഞി കുടിച്ചില്ലേ നീ? ഇനി കോരി തരണോ? ദേഷ്യത്തിൽ സംസാരിക്കുന്നു. കുടിക്കാം. എപ്പോ? പെട്ടെന്ന് പോയി കുടിച്ചിട്ട് ടാബ്ലറ്റ് കഴിക്ക്. ആ, ഇന്ന് വരില്ലേ എന്ന് ചോദിച്ചാലോ? അല്ലെങ്കിൽ വേണ്ട. ലക്ഷ്മി. അവളുടെ കണ്ണുകൾ വിടർന്നു. ആ വിളിക്ക് ഇതാണ് പതിവ്. അവന് അതാണ് ഇഷ്ടവും. ആ ചുണ്ടിന് എന്ത് മധുരമാടി. അവൾ പെട്ടെന്ന് ചുണ്ടിൽ കൈവച്ചു. സാർ. സോറി. അല്ലെന്തിനാ സോറി? നീ ഇന്നലെ ഒരെണ്ണം എൻ്റെ നെഞ്ചിൽ തന്നില്ലേ? അത് ഞാൻ തിരികെ തന്നതാ. അവൾ ചുണ്ടിനെ നാവിനാൽ പതിയെ തഴുകി. ശരീരത്തിൽ എന്തൊക്കെയോ മാറ്റം സംഭവിക്കുന്നത് പോലെ. എനിക്ക് ആ രുചിയിൽ അലയാൻ തോന്നുന്നു. പക്ഷേ ഇപ്പോൾ വരാനും പറ്റില്ല. അവൾ വെപ്രാളത്തോടെ ഫോണിൽ മുറുകെ പിടിച്ചു. ഞാനിനി 2 ദിവസം കഴിഞ്ഞേ അങ്ങോട്ടേക്ക് വരൂ. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു. ബോഡി പാസും കഴിഞ്ഞു. ലക്ഷ്മി ഇരുന്നിടത്തു നിന്ന് അറിയാതെ എഴുന്നേറ്റു. സാർ. വിങ്ങലോടെയാണ് വിളിച്ചത്. വാട്ട്? അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അവനെ കാണാൻ ഒരു കൊതി പോലെ. ആദ്യമായാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. യാദവിനോട് പോലും തോന്നാത്ത എന്തൊക്കെയോ വികാരങ്ങൾ. സീതാലക്ഷ്മി. അവൾ പിണക്കത്തോടെ മൗനമായി. റെസ്റ്റ് എടുക്കണം. നാളെ കഴിഞ്ഞ് കോടതിയിൽ പോകണ്ടേ? രാവിലെ നിന്നെ കൂട്ടാൻ ആള് വരും. അവർക്കൊപ്പം പോയി തിരികെ വരണം കേട്ടോ. തനിക്ക് വേണ്ടിയാണ് അവൻ സംസാരിക്കുന്നത്. ബിസിനസ് ആവശ്യത്തിന് പോയതല്ലേ. തടയാൻ ഞാനാരാ? ആ ശരി സാർ. പിന്നെ പോകുന്ന വഴി എന്ത് പ്രശ്നം ഉണ്ടായാലും ഒരു കാരണവശാലും നീ വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പാടില്ല. ദിസ് ഈസ് മൈ വാർണിംഗ്. ഓക്കെ? അവൾ അനുസരണയോടെ മൂളി. ഐ നീഡ് എ കിസ്. അവൻ പറഞ്ഞു. സങ്കടം മൂടിക്കെട്ടിയ മുഖം തെളിഞ്ഞു. ഞാൻ ഫോൺ വയ്ക്കുക, കഞ്ഞി കുടിക്കാം. പെട്ടെന്ന് അവൻ്റെ ചിരിയാണ് കേട്ടത്. അവിടെ നീ സേഫാണ്. പക്ഷേ കോടതിയിൽ സൂക്ഷിക്കണം. വീണ്ടും അവൻ്റെ കരുതലിൻ്റെ സ്വരം. ലക്ഷ്മിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അച്ഛൻ മാത്രമാണ് ഇതുപോലെ പറഞ്ഞിട്ടുള്ളത്. യാദവ് ഫുഡ് കഴിച്ചോ, നീ ഓക്കെ ആണോ എന്നൊരിക്കൽ പോലും ചോദിച്ചിട്ടില്ല. എല്ലാം അവൻ്റെ ഇഷ്ടം. ഞാൻ വെറും കളിപ്പാവയായി നിന്ന് കൊടുത്തു. കണ്ണുകൾ തുടച്ച് തിരിഞ്ഞു നോക്കിയതും പിന്നിൽ കരുണമാമ. വഴി വിട്ട ബന്ധത്തിൽ നിന്ന് അഭിമോൻ തിരിഞ്ഞു നടക്കുക മോൾക്ക് വേണ്ടി. ഇവിടെ ഈ വീട്ടിൽ അവൻ വരുന്നത് മാസത്തിൽ 4 പ്രാവശ്യമാണ്. ആ സമയത്ത് എനിക്ക് എങ്ങോട്ടേലും ഇറങ്ങി ഓടാൻ തോന്നും. മകനെ പോലെ ഞാൻ എടുത്തുകൊണ്ട് നടന്ന മക്കളാ ആദിയും അഭിയും. അതിൽ ഒരാൾ. അയാൾ സങ്കടത്തോടെ മുൻവശത്തെ പടിക്കെട്ടിലിരുന്നു. എന്താ മാമ, ഈ സാറ് മാത്രം ഇങ്ങനെ? ആദി സാറ് നല്ല ആളാ, സ്നേഹമുണ്ട്. ആദിയെപ്പോലെ ആയിരുന്നു മോളെ അഭിയും. 15 വയസ്സുവരെ ഒരുമിച്ച് നടന്ന മക്കൾ. വർമ്മയും ഇന്ദുജയും തമ്മിൽ തർക്കങ്ങളുണ്ടായി. ഇന്ദുജയ്ക്ക് ഇത്തിരി അഹങ്കാരം കൂടുതലാ. അവൾക്ക് ഒരു സഹോദരനും അമ്മയുമാണുള്ളത്. സഹോദരൻ ഇന്ദ്രൻ US-ൽ ബിസിനസ്സാണ്. അമ്മ അവനൊപ്പം. 3 പേരും ഒരേ സ്വഭാവമാണ്. ഇന്ദുജ വർമ്മയുമായി പിണങ്ങി US-ലേക്ക് പോകാൻ തീരുമാനിച്ചു. മക്കളെ കൂടെ കൂട്ടുമെന്ന് വാശി പിടിച്ചു. പറ്റില്ലാന്ന് വർമ്മയും.
ആദിക്ക് അച്ഛനോടാണ് ഇഷ്ടം കൂടുതൽ. പക്ഷേ അഫി അങ്ങനെയല്ല. രണ്ടുപേരിൽ ആരെ വേണമെന്ന് ചോദിച്ചാൽ അവന് ഉത്തരമില്ല. അങ്ങനെയാണ് ഇന്ദുജ അഫിയെയും കൊണ്ട് US പോകുന്നത്. പാവം, ആ കൊച്ചിൻ്റെ മനസ്സിനേറ്റ മുറിവ്. കൂടെ പിറന്നവനും അച്ഛനുമില്ല. ഏതോ നാട്ടിൽ. അവിടെ ചെന്ന് ഇന്ദുജയും ബിസിനസ് രംഗത്തേക്ക് ഇറങ്ങി. അഫിയെ ശ്രദ്ധിക്കാനോ ശാസിക്കാനോ ആരുമില്ല. അവൻ അവൻ്റെ ഇഷ്ടത്തിന് നടന്നു. പിന്നെ പറയണോ? പിന്നെ എപ്പോഴാ അവർ നാട്ടിലേക്ക് വന്നത്? അതാണ് മോളെ രസം. ഇന്ദുജയുടെ അമ്മ മരിച്ചു. ഇന്ദ്രൻ്റെ ഭാര്യ ഒരു നല്ല കൊച്ച. അവൾ ഓരോന്ന് കുത്തി കുത്തി സംസാരിക്കും. അവസാനം രണ്ടും അടിയായി. ഭാര്യയും മകളെയും വേണോ, സഹോദരിയെയും അനന്തരവനെയും വേണോ എന്ന ചോദ്യത്തിൽ ഇന്ദ്രൻ ഭാര്യയുടെ പക്ഷത്ത് നിന്നു. അങ്ങനെ 10 വർഷത്തിന് ശേഷം ഇന്ദുജ നാട്ടിലേക്ക് പോന്നു. അന്ന് 2 പേർക്കും 25 വയസ്സ്. അപ്പോൾ ഇന്ദുജ മേഡവും സഹോദരനും തമ്മിൽ പിണങ്ങിയോ? ലക്ഷ്മി ചോദിച്ചു. ബെസ്റ്റ് പിണങ്ങാനോ? അവരടയും ചക്കരയുമാണ്. രണ്ടിൻ്റെയും ലക്ഷ്യവും ബർമ്മയുടെ സമാധാനം എങ്ങനെയും കളയണം എന്നുള്ളതാ. അവൾ ആലോചനയോടെ ഫോണിൽ നോക്കിയിരുന്നു. മോൻ പോയി കാണും മോളെ. ഇനി അവിടെ ചെന്നിട്ടേ വിളിക്കൂ. പെട്ടെന്ന് അയാൾ അവളുടെ കയ്യിൽ പിടിച്ചു. ഉൾക്കൊള്ളാൻ പാടാണ്, മാമയ്ക്കറിയാം. എന്നാലും പറയുക, ഇപ്പോൾ അത് പഴയ അഫിയല്ല. ഈ 1 മാസം 2 പ്രാവശ്യമാണ് ഇവിടെ വന്നത്. അപ്പോഴെല്ലാം മോളൊപ്പം ഉണ്ടായിരുന്നു. ഇന്നലെ കുഞ്ഞിൻ്റെ അരികിൽ നേരം പുലരും വരെ അഫി ഇരുന്നു. അയാൾ എഴുന്നേറ്റ് പോയതും അവൾ റൂമിലേക്ക് കയറി ഡോറടച്ചു. കണ്ണാടിക്ക് മുന്നിൽ നിന്നു. ടീഷർട്ട് പതിയെ ഉയർത്തി. വയറ്റിൽ ചെറുതായി ചുവന്ന് കിടക്കുന്ന അവൻ്റെ വിരൽപ്പാടുകൾ. ഇന്നലെ നിലത്തു നിന്നും എഴുന്നേൽപ്പിക്കാൻ ശക്തിയിൽ പിടിച്ചപ്പോൾ സംഭവിച്ചതാ. അവളുടെ വിരലുകൾ അവിടമാകെ ഒഴുകി നടന്നു. ചുണ്ടിലേക്ക് നോക്കി. ഞാൻ അറിഞ്ഞില്ലല്ലോ. യാദവാണേൽ വേദനിപ്പിക്കുമായിരുന്നു. അവനതിന് ഒരു പേരിടും, ലവ് ബൈറ്റ്. 2 മുഖങ്ങൾ. അതിൽ ഒരുവനോട് അറപ്പ് മാത്രം തോന്നുമ്പോൾ മറ്റൊരുവനോട് പേരറിയാത്ത എന്തോ ഒന്ന്. അവനെക്കുറിച്ച് ഓർക്കുമ്പോൾ ശരീരം പോലും തളരുന്നു. ഹൃദയം ഉച്ചത്തിൽ തുടിക്കുന്നു. അടിവയറ്റിൽ ആലിപ്പഴം വീണതുപോലെ തണുപ്പ്. അത് മേലേക്ക് ഇരച്ച് കയറുന്നു. ആരവ്, ലക്ഷ്മി വന്നില്ലല്ലോ. എന്തു പറ്റി? അഥർവ് ചോദിച്ചു. എനിക്കറിയില്ല. എന്തായാലും ലീവ് മെയിൽ ചെയ്തിട്ടില്ല. നമ്പറുണ്ടോ? ഒന്ന് വിളിച്ചു നോക്കിയേ. ഇത് ആ കാലനറിഞ്ഞാൽ എൻ്റെ തല കൊയ്തെടുക്കും. ആ കുട്ടി വന്നാലും വന്നില്ലേലും എല്ലാ കുറ്റവും എനിക്കാവും. ആരവ് ഉറക്കെ ചിരിച്ചുപോയി. എന്തിനാടാ അട്ടഹസിക്കുന്നേ? അല്ല, ചേട്ടൻ്റെ ഒരു അവസ്ഥ ആലോചിച്ച്. ലക്ഷ്മിയെ വിളിക്കാനായി ഫോൺ എടുത്തു. ദേ വിളിക്കുന്നു. ആ കൊച്ച് രാവണൻ എന്ന് പേരിട്ടത് കറക്റ്റാണ്. ഓഫീസിൽ അഥർവാണോ ഡാഡിയാണോ വന്നത്? കോൾ എടുത്ത പാടെ അഫി ചോദിച്ചു. അഥർവാണ്. എന്താടാ, കൊടുക്കണോ? ഏയ് വേണ്ട. അവനോട് പറഞ്ഞേക്ക് എന്നോട് ചോദിക്കാതെ ആർക്കും ലീവ് കൊടുക്കരുതെന്ന്. പിന്നെ അഫി, ലക്ഷ്മി ഇതേവരെ വന്നില്ല. ഇനി പനി കുറഞ്ഞില്ലേ എന്തോ? ലീവ് ലെറ്റർ കിട്ടിയില്ല. അവൻ കുറച്ചു നേരം ഒന്നും മിണ്ടിയില്ല. അഫി, നീ പോയോടാ? എനിക്ക് മെയിൽ വന്നിരുന്നു. നാട്ടിൽ പോയി 1 വീക്ക് ലീവ് വേണമെന്ന്. 1 വീക്കോ? നീ ലീവ് കൊടുത്തോ? ആരവ് അതിശയത്തിൽ ചോദിച്ചു. ജെനുവിൻ റീസൺ പറയുമ്പോൾ ലീവ് കൊടുത്തല്ലേ പറ്റൂ. അത് ശരിയാ, കൊടുക്കണം. അഫി പല്ല് കടിച്ചു. ഈ കൊടുക്കണം എന്നുള്ളത് 1 പ്രാവശ്യം പറഞ്ഞാൽ പോരെ? മതിയല്ലേ അഫി? എന്നാൽ ഒന്നായി വെട്ടിച്ചുരുക്കി. കോൾ കട്ട് ചെയ്ത് ആരവ് ശ്വാസം നീട്ടി വലിച്ചു. ഇതേതോ ആറ്റം ബോംബ് മറ്റോ ആണ്. മേ ഐ കമിൻ സാർ? ഡോർ നോക്ക് ചെയ്തു. ആദി വരാൻ പറഞ്ഞതും സഞ്ജു അകത്തേക്ക് കയറി. അവൻ മാർക്കറ്റിംഗ് സെക്ഷനാണ്. ആരവ് നെറ്റി ചുളുക്കി. സാർ, ലക്ഷ്മിയെ ഇന്നലെ ഞാനാ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തത്. ഇന്ന് രാവിലെ പനി കുറഞ്ഞോ എന്ന് ചോദിക്കാൻ ഫോൺ വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ് ആണ്. വീട്ടിൽ ചെല്ലുമ്പോൾ ലക്ഷ്മി അവിടെ ഉണ്ടായില്ല. എന്തു പറ്റിയെന്ന് അറിയാൻ വയ്യ. നിത്യ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുവാണ്. ഓ, താൻ പേടിക്കണ്ട. ആ കുട്ടി ഇന്നലെ 7 മണിക്കുള്ള ട്രെയിനിന് നാട്ടിൽ പോയിന്ന് മെയിൽ വന്നിരുന്നു, ആരവ് പറഞ്ഞു. അഥർവ് അവനെ സൂക്ഷിച്ച് നോക്കി നിൽക്കുവാണ്. അതെങ്ങനെയാ സാർ? ഇന്നലെ ട്രെയിൻ ഇല്ലായിരുന്നു. കനത്ത മഴയല്ലേ. എൻ്റെ ഫ്രണ്ട് സ്റ്റേഷനിൽ പോയിട്ട് തിരികെ വന്നു. ചിലപ്പോൾ ബസ്സിന് പോയിട്ടുണ്ടാവും. എന്തായാലും ആ കുട്ടി നാട്ടിലെത്തി. താൻ പോയിക്കോ. ആദി ഗൗരവത്തിൽ പറഞ്ഞതും അവൻ പോയി. സംതിങ് ഫിഷി. അഫി പറഞ്ഞത് കളവാണല്ലോ ആരവേ. ആണോ? എന്നാൽ വിളിച്ച് ചോദിക്കട്ടെ? ചോദിക്ക്. എന്തേലും കിട്ടിയാൽ നീ തന്നെ എടുത്തോ. ഷെയർ ചെയ്യാൻ നിൽക്കണ്ട.
ആദി ആലോചനയോടെ ചെയറിലിരുന്നു. ലക്ഷ്മി അവനൊപ്പം ഉണ്ടാവോ? അഫി ഇപ്പോൾ ഇവിടെ ഇല്ലല്ലോ. അങ്ങനെയെങ്കിൽ ആ കുട്ടി ഗസ്റ്റ് ഹൗസിലുണ്ടാവും. മാമയെ വിളിച്ച് ചോദിച്ചാലോ? വേണ്ട. മുറ്റത്ത് ഒരു കാറ് വന്ന് നിന്നു. സാറ് പോയില്ലേ? ലക്ഷ്മി ഓടി പുറത്തേക്ക് വന്നു. അവൾ അവനെ മിഴിച്ചു നോക്കി, പതിയെ പുഞ്ചിരിച്ചു. ആദി മോനോ, കയറി വാ. എന്താ ഒന്ന് വിളിച്ചു പോലും പറയാതെ വന്നത്? കരുണമ്മാമ ചോദിച്ചു. അവൻ ലക്ഷ്മിയെ തന്നെ നോക്കി നിൽക്കുവാണ്. അവൾ സങ്കടത്തോടെ തല താഴ്ത്തി. അവൾ ഇട്ടിരിക്കുന്നത് അഫിയുടെ ഡ്രസ്സാണ്. എന്താ ലക്ഷ്മി താനിവിടെ ഈ കോലത്തിൽ? ആദിയിൽ ഒരു സംശയം. അത് അവൾ വിക്കലോടെ ടീഷർട്ടിൽ മുറുകെ പിടിച്ചു. മോള് പോയി ആദി മോന് ഒരു ചായ കൊണ്ടുവാ, മാമ പറയാം. അവൾ ആശ്വാസത്തിൽ നടന്നു. ലക്ഷ്മി ചായയുമായി വരുമ്പോൾ അയാളെല്ലാം ആദിയോട് പറഞ്ഞിരുന്നു. ചായ? അവൻ വേദനയോടെ അവളെ നോക്കി. സെറ്റിയിൽ നിന്നും എഴുന്നേറ്റു. ചായ വാങ്ങി ടേബിളിലേക്ക് വെച്ചു. അവൻ്റെ പേരെന്താ ലക്ഷ്മി? യാദവ്. ഒന്നുകൊണ്ടും പേടിക്കണ്ട കേട്ടോ, അഫി ഉണ്ടല്ലോ കൂടെ, ഒപ്പം ഞാനും. ഞാൻ ഇവിടെ വന്നതായി അഫി അറിയണ്ട. അഥർവ് പോകാനിറങ്ങി. ഓഫീസ് റൂമിലിരുന്ന് വർമ്മ ചിരിയോട് ചിരി. എൻ്റെ അച്ഛാ, എന്തിനാ ഈ കൊലച്ചിരി? ആദി, ഞാൻ യാദവിൻ്റെ കാര്യം ഓർത്ത് ചിരിച്ചു പോയതാ. ഒരാളെയല്ലേ ആ ചെക്കൻ കണ്ടിട്ടുള്ളൂ. രണ്ടും കൂടി അവൻ്റെ മേൽ വിളയാടുമെന്ന് ആ പാവം അറിയുന്നില്ലല്ലോ. അവനിനി വരട്ടെ, തൂക്കണം. ആദി കുടിലതയോടെ ചിരിച്ചു. ആദി, അഫിയുടെ മനസ്സ് മാറി അല്ലേ? വർമ്മ ചോദിച്ചു. അഫിയുടെ മനസ്സ് മാത്രമല്ല, ലക്ഷ്മിയും മാറി തുടങ്ങി. ഒന്നല്ല 3 പ്രാവശ്യമാണ് അഭിമന്യു അവളെ സംരക്ഷിക്കുന്നത്. ഒരു രക്ഷകനിൽ നിന്നും അവൻ അവൾക്ക് പ്രാണനായി മാറാൻ ഇനി താമസമില്ല. പക്ഷേ മമ്മ, അതാണ് ഏറ്റവും വലിയ പേടി.